നമസ്കാരം. സംസാരത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്കറിയാം, ഇന്ന് കേരളത്തിൽ ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പീഡനവുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളും വരാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ തന്നെ പീഡനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാറുമുണ്ട്. എന്താണ് പീഡനമെന്ന വിഷയം ഇന്ന് സംസാരത്തിൽ ചർച്ച ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇന്ന് ഒരുപാട് പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഗാർഹിക പീഡനം നടക്കുന്നുണ്ട്, സ്ത്രീ പീഡനം നടക്കുന്നുണ്ട്, ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിധത്തിൽ ഇന്ന് സമൂഹത്തിൽ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നൊരു പീഡന വാർത്ത ഒരു പത്രത്തിൽ അതല്ലെങ്കിൽ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നമ്മുടെ നെറ്റിലോ എവിടെയെങ്കിലുമൊക്കെയായി നമ്മൾ കണ്ടാൽ അതൊരു പീഡനം തന്നെയാണോ എന്ന് സംശയിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. എന്താണ് പീഡനം? ഒരാളെ, അല്ലെങ്കിൽ പലതരത്തിൽ പീഡനമുണ്ട്. ഒരാളെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്, ഒരാളെ ബലമായി കൊണ്ടുപോയി, പുരുഷനാണെന്നുണ്ടെങ്കിൽ അയാൾ ലൈംഗികമായി യൂസ് ചെയ്യുന്നു. അതായത് ആ ചെയ്യുന്ന ആളുടെ സമ്മതമില്ലാതെ, അവരുടെ താല്പര്യമില്ലാതെ അവരെ ക്രൂരമായിട്ട് അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുമ്പോൾ അതൊരു ലൈംഗിക അതിക്രമമായി മാറുന്നു. അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട്. ഉദാഹരണം, ലൈംഗിക അതിക്രമം തന്നെ നമ്മൾ ഏറ്റെടുക്കാം. ഇങ്ങനെ ഒരാൾ ഇരയായി കഴിഞ്ഞാൽ അയാൾ സ്റ്റേഷനിൽ പോയി, അല്ലെങ്കിൽ ആ സ്ത്രീ, അല്ലെങ്കിൽ അവൻ, സ്ത്രീ ആയിരിക്കാം ഏകദേശം ഉണ്ടാവാറ്, സ്ത്രീ സ്റ്റേഷനിൽ പോയി പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പീഡനം, ലൈംഗിക പീഡനമായി കണ്ട് അതിനുള്ള FIR പോലീസുകാരിടുകയും പ്രതി അറസ്റ്റ് ചെയ്യുകയും കടുത്ത ശിക്ഷാ നടപടികൾ നൽകുകയും ചെയ്യും. പക്ഷേ ഇന്ന് എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുള്ളത്? പീഡനം എന്നുള്ളത് വെറും ഒരു ഉപയോഗ വേർഡ്, അതല്ലെങ്കിൽ ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് ഒരു സമയത്ത് ഒരാളുമായി നല്ല റിലേഷനിൽ പോകുന്നു, പെട്ടെന്ന് അയാളുമായിട്ട് തെറ്റിപ്പിരിയുന്നു, അപ്പോൾ അയാളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വേണം. അതിന് മാത്രമായിട്ടാണ് ഇന്ന് പല പീഡനങ്ങളും, ഒരു 75% പീഡനങ്ങളും മാറിയിരിക്കുന്നത്. ഉദാഹരണത്തിന്, കേരളത്തിലെ പല വിഷയങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാൻ ആ വിഷയങ്ങൾ ഏറ്റെടുക്കുന്നില്ല, പക്ഷേ അതിൽ നിന്നുള്ള കുറച്ച് കണ്ടൻസുകൾ നമുക്ക് സംസാരത്തിലൂടെ കൊണ്ടുവരാം. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീ അതല്ലെങ്കിൽ ഒരു പെണ്ണ് 7ഓളം പേര് അല്ലെങ്കിൽ 8ഓളം പേര് വരുന്ന ആളുകൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന രീതിയിൽ സമൂഹത്തിൽ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ആദ്യ പീഡനം ചിലപ്പോൾ സമ്മതമില്ലാതെ ബലം പ്രയോഗിച്ച് ചെയ്തതായിരിക്കാം, പക്ഷേ രണ്ടാമത് പീഡിപ്പിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് പരാതിപ്പെടാൻ വേണ്ടി പോയില്ല? എന്തുകൊണ്ട് ഇവിടെയുള്ള വനിതാ കമ്മീഷൻ അടക്കമുള്ള സ്ത്രീ സംരക്ഷണ ഏജൻസികൾ ഒരുപാടുണ്ട്, കേരള ഗവൺമെൻറ് നൽകുന്നുണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നൽകുന്നുണ്ട്, അത്തരത്തിലുള്ള ടീമുമായി എന്തുകൊണ്ട് ഈ അവസ്ഥകളെ പറയാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തയ്യാറാവുന്നില്ല? മറിച്ച് ഇതെപ്പോഴാണ് പറയുന്നത്? 8, 9, 10 പേര് പീഡിപ്പിക്കുമ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. എല്ലാ കേസിലുമല്ല, ചില കേസുകളിൽ ഞങ്ങളുടെ വീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് പല പ്രശ്നങ്ങൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോൾ, ഉദാഹരണത്തിന് പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരാണും പെണ്ണും ഒരു 2-3 വർഷം നല്ല റിലേഷനിലായിരുന്നു, നല്ല പ്രണയത്തിലായിരുന്നു, നല്ല രീതിയിൽ ജീവിക്കണമെന്ന് അവർ സ്വപ്നം കണ്ടിരുന്നു. പക്ഷേ ഇടയിൽ വെച്ച് എന്തോ സംഭവിച്ചു, അല്ലെങ്കിൽ ഇടയിൽ വെച്ച് ഇവരുടെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള വീഡിയോ ലീക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ പ്രതിയാകപ്പെടുന്നത് പുരുഷവർഗമാണ്. സ്ത്രീകൾ നേരെ സ്റ്റേഷനിൽ പോകുന്നു, അത് പീഡിപ്പിച്ചതായിരുന്നു എന്ന് പറയുന്നു, FIR വരുന്നു. ആ ചെറുക്കൻ്റെ, അല്ലെങ്കിൽ ആ പയ്യൻ്റെ, ആ പുരുഷൻ്റെ ഭാവി അവിടെ ഇല്ലാതെയാകുന്നു. ഇങ്ങനെയൊരു സിറ്റുവേഷനിലോട്ട് പീഡനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പീഡനം എന്ന് ടൈറ്റിൽ അല്ലെങ്കിൽ വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണാം. ഈയിടെ മുംബൈ കോടതിയാണെന്ന് തോന്നുന്നു, മുംബൈ കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിധി വന്നു. ഒരു കേസിലാണ് രണ്ടുപേർ തമ്മിലുള്ള ഒരു റിലേഷൻ, പെൺകുട്ടി റിലേഷന് ശേഷം പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതിപ്പെട്ടു, കോടതിയിൽ വന്നു. കോടതിയിൽ പ്രോസിക്യൂഷനും ഡിഫൻസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു വാദപ്രതിവാദത്തിന് ശേഷം അവസാനം കോടതി ഒരു വിധി പറഞ്ഞു. വിധിയിൽ കേസിൽ യാതൊരു തരത്തിലുള്ള നടപടിക്കും കോടതി തയ്യാറായില്ല. പരിശോധിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: പെൺകുട്ടിയുടെ പരിപൂർണ സമ്മതത്തോടെയാണ്
ഇവർ തമ്മിലുള്ള റിലേഷൻ നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ സംസാരത്തിലൂടെ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പീഡനങ്ങൾ, ചില ആളുകൾ, ചില സ്ത്രീകൾ അതിനെ വളച്ചൊടിച്ചിട്ട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ട്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് പരസ്പരമുള്ള ബന്ധങ്ങളെ പിന്നീട് പീഡനമാക്കി മാറ്റുന്ന ഒരു വലിയ കാഴ്ചയിലൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത്. ആ കാഴ്ചയിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ വനിതാ കമ്മീഷൻ, വുമൺ പ്രൊട്ടക്ഷൻ ടീം, അതുപോലെയുള്ള സ്ത്രീ സംഘടനകളൊക്കെ ഇത്തരം വിഷയങ്ങളെ വ്യക്തമായി പഠിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം വിഷയങ്ങളിൽ പെട്ടെന്ന് തന്നെ FIR ഇടുന്നതിന് മുമ്പ് തന്നെ ഇത്തരം വിഷയങ്ങളിലെ വാസ്തവങ്ങൾ പഠിച്ചുകൊണ്ട് അത് പീഡനമാണോ അതല്ലെങ്കിൽ പരസ്പരം സമ്മതത്തോടു കൂടി ചെയ്ത ഒരു കാര്യമാണോ എന്നുള്ളത് നോക്കിയും കണ്ടും FIR ഉണ്ടാവട്ടെ. അതോടൊപ്പം തന്നെ ഒരു നിരപരാധി പോലും ഇത്തരം വിഷയങ്ങളിൽ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സംസാരത്തിൻ്റെ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.